ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ പൗരത്വം കൊടുക്കണോ വേണ്ടേ എന്നുള്ള ആലോചനയിലാണ് ഭരണകൂടം. നമ്മുടെ പ്രപിതാക്കൾ കഷ്ടപ്പെട്ട് ചോര ചിന്തി നേടിത്തന്ന സ്വാതന്ത്ര്യം ഒരു നിലയ്ക്ക് ഹനിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ചില ഭാഗങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നരഹത്യകൾ വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഹരിയാനയിലും മണിപ്പൂരിലുമൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ICHR മുഴുവനും ഫാസിസ്റ്റ് ശക്തികളെ കയറ്റിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മഹിതമായ ചരിത്രത്തെ വക്രീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് നമ്മുടെ പ്രപിതാക്കളിൽ പലർക്കും അടിമകളായി കഴിയേണ്ടി വന്നിട്ടുണ്ട്. വൈദേശിക ആധിപത്യത്തിന് കീഴിൽ അവർക്ക് ദാസവേല ചെയ്യുന്നവരായി മാറി നാടിൻ്റെ മൂല്യപ്പെട്ട വിഭവങ്ങളൊക്കെയും വിദേശികൾ കവർന്നു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ടായിരുന്നു. പിറന്ന നാട്ടിൽ അടിമകളായി ജീവിക്കേണ്ടതില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അങ്ങനെ വൈദേശിക ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. ആ പോരാട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പങ്കാളികളാണ്. ആ പോരാട്ടത്തിൽ ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾ പങ്കാളികളാണ്. അങ്ങനെ പല മതങ്ങളും മതക്കാരും മതമില്ലാത്തവരുമൊക്കെ രക്തവും ജീവനും കൊടുത്താണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭ്യമായിട്ടുള്ളത്. എന്നാൽ സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നരഹത്യകൾ വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഹരിയാനയിലും മണിപ്പൂരിലുമൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇന്ത്യക്ക് ഏറ്റവും വലിയ മുറിവായി, സ്വാതന്ത്ര്യം ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനും പുറമെ ഇന്ന് ചരിത്ര വക്രീകരണത്തിലൂടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മുസ്ലിമീങ്ങളുടെ ദേശക്കൂറ് ചോദ്യം ചെയ്യുന്നവരും നമുക്കിടയിൽ വളർന്നു വരുന്നു എന്നത് ഏറെ വേദനാജനകമാണ്. ICHR മുഴുവനും ഫാസിസ്റ്റ് ശക്തികളെ കയറ്റിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മഹിതമായ ചരിത്രത്തെ വക്രീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യമായി ശബ്ദിച്ചവർ മുസ്ലിമീങ്ങൾ തന്നെയാണ്. നമ്മുടെ ദേശക്കൂറ് ചോദ്യം ചെയ്യാനൊന്നും ഒരാൾക്കും ഇവിടെ ഒരവകാശവുമില്ല. സത്യത്തിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമായി രേഖപ്പെടുത്തപ്പെട്ടതെങ്കിലും അതിൻ്റെയും 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുസ്ലിമീങ്ങൾ ഇവിടെ വൈദേശികാധിപത്യത്തിനെതിരെ ശക്തമായി പോരാടിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. രാജ്യത്ത് പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ റോബർട്ട് ടൈം പരാജയപ്പെടുത്തിയത് മുതൽ, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെയും 100 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ വൈദേശിക ശക്തികൾക്കെതിരെ മുസ്ലിമീങ്ങൾ ശക്തമായ പോരാട്ടം നടത്തി. അതിന് പ്രത്യേകമായി ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ആ സമയത്തൊക്കെ ഈ രാജ്യം ഭരിച്ചിരുന്നത് മുസ്ലിമീങ്ങളായിരുന്നു, മുഗൾ ചക്രവർത്തിമാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വൈദേശിക ശക്തികൾ ഈ രാജ്യത്തെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ശക്തമായ പോരാട്ടം ആദ്യമായി കാഴ്ചവെച്ചത്
മുസ്ലിമീങ്ങളായിരുന്നു. നൂറുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടം മുതൽ ബഹദൂർ ഷാ സഫറിന്റെ കാലഘട്ടം വരെ മുഗൾ ചക്രവർത്തിമാരാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അവര് മുസ്ലിം ഭരണാധികാരികളാണെങ്കിലും എല്ലാ മതസ്ഥർക്കുമുള്ള അവകാശങ്ങളൊക്കെയും വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഭരണം നടത്തിയത്. അതുകൊണ്ടാണല്ലോ ഇന്നും നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ മുസ്ലിമീങ്ങളല്ല, അമുസ്ലിമീങ്ങളാണ് അവിടെ ധാരാളമായുള്ളത്. വർഷങ്ങളോളം മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടും മതപരിവർത്തനത്തിനൊരു നിർബന്ധവും അവരിൽ നിന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവരിൽ നിന്നാണ് ഈ രാജ്യത്തെ ബ്രിട്ടീഷ് ശക്തികൾ, വൈദേശിക ശക്തികൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയത്. അവര് രാജ്യത്തിന് വേണ്ടി വലിയ സമർപ്പണങ്ങൾ നടത്തിയവരാണ്. നമ്മുടെ കുത്തുബ് മിനാറും താജ്മഹലും ചെങ്കോട്ടയുമൊക്കെ മുസ്ലിം രാജാക്കന്മാരുടെ, മുഗൾ ചക്രവർത്തിമാരുടെ സംഭാവനയാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ ഇതൊക്കെ കാരണമായിട്ടുണ്ട്. ടൂറിസ്റ്റ് മേഖലയിൽ രാജ്യത്തിന് വലിയ പുരോഗതി ഉണ്ടാക്കാൻ ഇതൊക്കെയും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ആ ശക്തികൾക്കെതിരെ ആദ്യമായി പടപൊരുതാൻ മുന്നോട്ട് വന്നത് മുസ്ലിമീങ്ങളാണ് എന്നതാണ് സത്യം. മാത്രമല്ല, വൈദേശിക ശക്തികൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ, അവർക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. ഒരു നാട്ടിൽ അവര് വന്ന് ആ നാട് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കും, ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും സ്ഥാപിക്കും. സ്വാഭാവികമായും ഹോസ്പിറ്റൽ സ്ഥാപിക്കുമ്പോൾ ആളുകൾ അതവർക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്, അതിലേക്ക് ആളുകൾ വന്നു ചേരും. വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കും ആളുകൾ വന്നു ചേരും. അങ്ങനെ വന്നു ചേരുന്ന ആളുകൾക്കിടയിൽ മതപരിവർത്തനം നടത്തുകയും അവരുടെ സംസ്കാരങ്ങളൊക്കെ സന്നിവേശിപ്പിക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ അന്നത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ, ആരിഫീങ്ങൾ സംഗതിയുടെ ഗൗരവം ഉൾക്കൊണ്ട് ഇവർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ആഹ്വാനം ചെയ്തു. മാത്രമല്ല, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, സ്വരാജ്യത്തോടുള്ള സ്നേഹം ഈമാന്റെ ഭാഗമാണെന്നത് അതവരുടെ മതത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ നാടിനോടുള്ള ഒരു സ്നേഹം പാകിസ്ഥാനിൽ ഒരു അനുഗ്രഹം ലഭിക്കുന്നതിനേക്കാൾ ഒരു ഇന്ത്യക്കാരനായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കൊരു അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും അവന് വലിയ സന്തോഷം. ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. ആ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങളെക്കാൾ ഒരു ഇന്ത്യക്കാരനായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ത്യയിൽ ലഭിക്കുന്ന സൗകര്യങ്ങളിലാണ് അവൻ കൂടുതൽ സന്തോഷിക്കുന്നത്. കാരണം ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ എന്നത് അതവരെ അവരുടെ മതം പഠിപ്പിക്കുന്ന മഹിതമായ സന്ദേശമാണ്. മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ സ്വരാജ്യത്തോട്, നാടിനോട്, പിറന്ന മണ്ണിനോടുള്ള സ്നേഹം പഠിപ്പിച്ചതെങ്ങനെയാണ്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്ന ഘട്ടത്തിൽ പോകുന്നതിന്റെ തലേന്ന് കഅബാലയത്തിന്റെ പരിസരത്ത് ചെന്നിട്ട് കഅബാലയത്തിലേക്ക് കൈകൾ ചേർത്ത് വെച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, മാ അത്യബകി മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മാ സകൻതു ഗൈറകി. മുസ്ലിമീങ്ങൾക്ക് പിറന്ന നാടിനോട് സ്നേഹവും താല്പര്യവും കൂടാനുള്ളൊരു കാരണം അത് അവരുടെ മതം പഠിപ്പിച്ചതും കൂടെയാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഇതിലൂടെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പോവുകയാണ് യസ്രിബിലേക്ക്. മക്ക വിട്ടാണ് പോകുന്നത്. കഅബാലയത്തിൽ കൈ ചേർത്ത് വെച്ച് പറയുകയാണ്, മാ അത്യബികി മിൻ വലദിൻ വഅഹബ്ബകി ഇലയ്യ വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി. ഓ പ്രിയപ്പെട്ട നാടേ, എനിക്ക് നിന്നോട് എന്തൊരു ഇഷ്ടം, എന്തൊരു താല്പര്യമാണ്. ഇത് ഞാൻ പിറന്ന മണ്ണാണ്, ഇവിടുന്ന് പോകാൻ എനിക്ക് താല്പര്യമില്ല. വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി.
എന്റെ ജനത എന്നെ ഇവിടുന്ന് പുറത്താക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ലായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട മക്ക, നീയല്ലാത്തൊരു നാട്ടിൽ ഞാൻ താമസിക്കുമായിരുന്നില്ല, ഇവിടുന്ന് ഞാൻ പോകുമായിരുന്നില്ല എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പിറന്ന മണ്ണിനോട്, നാടിനോടുള്ള ഒരു സ്നേഹമാണ് ഇതിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. ഈ സന്ദേശം ഇന്ത്യയിലുള്ള അന്നത്തെ പണ്ഡിതന്മാർ പൊതുജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. വൈദേശിക ശക്തികൾ ഈ നാട് ഭരിക്കുക, അവരുടെ ഇംഗിതത്തിനനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച് നമ്മളെ ഉപയോഗപ്പെടുത്തുക, നമ്മളെ കൊണ്ട് ജോലി ചെയ്യിച്ച് വിഭവങ്ങളൊക്കെയും അവരുടെ നാട്ടിലേക്ക് കടത്തുക. അങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ നിന്നു കൊടുക്കരുത്. ഈ വൈദേശിക ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായും അന്നത്തെ മുസ്ലിമീങ്ങളെ ബോധ്യപ്പെടുത്തി. കേരളത്തിൽ ദീനി ദഅവത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന മഹാനായ മഖ്ദൂം ഒന്നാമൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പോർച്ചുഗീസുകാർ വന്നപ്പോൾ അവർക്കെതിരെ പോരാടാനായി തഹ്രീൽ എന്ന ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. ആ തഹ്രീൽ എന്ന കിതാബിലൂടെ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചും അതിന്റെ ആവശ്യകതയും മഹാനായ മഖ്ദൂം തങ്ങൾ ഒന്നാമൻ കൃത്യമായി പൊതുജനത്തെ ബോധ്യപ്പെടുത്തി. രണ്ടാം മഖ്ദൂമും അങ്ങനെയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിലൂടെ വളരെ കൃത്യമായി വൈദേശിക ശക്തികൾക്കെതിരെ പോരാടിയാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു. മഹാനായ മുത്ത് റസൂലിന്റെ സന്ദേശങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, മൻ ഖുതില ദൂന മാലിഹി വഹുവ ഷഹീദ് വമൻ ഖുതില ദൂന ദമിഹി വഹുവ ഷഹീദ് വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ് വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്. മുത്ത് റസൂല് പഠിപ്പിച്ച ഈ ഹദീസുകളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്താ ഹദീസിന്റെ അർത്ഥം? മൻ ഖുതില ദൂന മാലിഹി, ഒരാള് അയാളുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്താൽ, അങ്ങനെ യുദ്ധം ചെയ്തിട്ട് അതിൽ മരണപ്പെട്ടാൽ ഫഹുവ ഷഹീദുൻ, അയാൾ യഥാർത്ഥ ഷഹീദാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈദേശികാധിപത്യത്തിൽ അവർ ചെയ്തതെന്താ? നമ്മളുടെ സ്വത്ത് കൊള്ളയടിക്കുകയാണ്, ആ സ്വത്ത് കവർന്നു കൊണ്ടുപോവുകയാണ്. അതിനെതിരെ പടപൊരുതി ആ പടയോട്ടത്തിൽ രക്തസാക്ഷിയായാൽ വഹുവ ഷഹീദ്, അവൻ യഥാർത്ഥ ഷഹീദാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. വമൻ ഖുതില ദൂന ദമിഹി വഹുവ ഷഹീദ്, നമ്മളുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിനായി നമ്മൾ പോരാട്ടം നടത്തിയാൽ അവനും ഷഹീദാ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ഖുതില ദൂന ദീനിഹി, മതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരാൾ പ്രതിരോധിച്ചു, പോരാട്ടം നടത്തി ഷഹീദായാൽ അവനും ഉഖ്റവിയായ ഷഹീദാൻ. വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്, തന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടം നടത്തി കൊല്ലപ്പെട്ടു, അവനും ഷഹീദാണ്. അതുകൊണ്ട് ഈ വൈദേശിക ശക്തികൾക്കെതിരെ നമ്മൾ നടത്തുന്ന സമരങ്ങളും പോരാട്ടങ്ങളും പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ശുഹദാക്കളുടെ കൂട്ടത്തിൽ പെടാൻ കാരണമാകുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മഹിതമായ സന്ദേശങ്ങൾ ഈ മഹാന്മാരായ ആരിഫീങ്ങൾ, പണ്ഡിതന്മാർ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഞാനിതൊക്കെ പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിൽ ഒരു പങ്കുമില്ലെന്ന് പറയുന്നവരുണ്ട്. തും ലോഗ് അപ്നി ഹിസി ലേ ലിയേ തും പാകിസ്ഥാൻ ജാओ, നിങ്ങൾ നിങ്ങളുടെ ഭാഗം വാങ്ങി നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം, ഇന്ത്യ ഹിന്ദുവിൻ്റെതാണ്, ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അവകാശമില്ല, സ്വാതന്ത്ര്യത്തിൽ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൽ മുസ്ലിമീങ്ങൾക്ക് പങ്കില്ലെന്ന് പറയുന്നതും ദേശക്കൂറ് ചോദ്യം ചെയ്യുന്നതും ചരിത്രത്തെ വക്രീകരിക്കലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിശക്തമായ പോരാട്ടങ്ങൾക്ക് വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ട്. മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി ഡൽഹിയിൽ പ്രഖ്യാപിച്ചത് അങ്ങനെയുള്ള മഹത്തായ ഒരു പ്രഖ്യാപനമായിരുന്നു.
ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ മകൻ ബഹുമാനപ്പെട്ട ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി, അവരൊക്കെ വളരെ വ്യവസ്ഥാപിതമായി സംഘടിതമായി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തിയവരാണ്. ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി നമ്മളുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ വ്യവസ്ഥാപിതമായ രൂപമുണ്ടാക്കി, ഒരു സംഘടിത സ്വഭാവമുണ്ടാക്കി. അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം ചില നിർദ്ദേശങ്ങളൊക്കെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് കൊടുത്തു. ആ നിർദ്ദേശങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. ഒന്ന്, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും ഹൃദ്യസ്ഥമാക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യണം. ശരിയായ ഈമാനും തഖ്വയും പരിശീലിക്കണം. രാജവാഴ്ചയുടെയും രാജഭക്തിയുടെയും വിഷബീജങ്ങൾ ഹൃദയത്തിൽ നിന്നും നീക്കണം. അങ്ങനെ വിദേശികൾ വന്ന് നമ്മളെ ഭരിക്കുമ്പോ അവർക്ക് വഴിപ്പെട്ട് നിൽക്കേണ്ടവരല്ല നമ്മൾ. ആ വിഷബീജങ്ങൾ ഹൃദയത്തിൽ നിന്ന് നീക്കണം. ജീവാർപ്പണം ചെയ്യാനുള്ള അഭിലാഷം ജനിപ്പിക്കുകയും ജനക്ഷേമത്തിന് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാനുള്ള മനഃശക്തി ഉണ്ടാക്കുകയും ചെയ്യണം. പ്രതിസന്ധികൾ സഹിക്കാനും തരണം ചെയ്യാനും കഴിയുന്ന വിധത്തിൽ സൈനിക പരിശീലനം നൽകണം. ലളിതമായ ജീവിതം ശീലിക്കുകയും ആഡംബര ജീവിതം ഒഴിവാക്കുകയും ചെയ്യുക. ജീർണമായ വിശ്വാസങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും സമുദായത്തിന്റെ അന്തസ്സിനും യശസ്സിനും യോജിക്കാത്ത ദുസ്വഭാവങ്ങളിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യുക. ഇങ്ങനെ ആത്മീയതയിലൂട്ടിയ ജീവിതം നയിക്കാനും ഒപ്പം വൈദേശിക ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താനും മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ നേതൃത്വത്തിൽ കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി, സംഘടിത സ്വഭാവമുണ്ടാക്കി. അങ്ങനെ സമരപോരാളികളെ വാർത്തെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തി. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രപിതാക്കൾ മഹാന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. സമർപ്പണങ്ങൾ രാജ്യത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ നികുതി നിഷേധ പോരാട്ടമുണ്ടല്ലോ, ആ ഗാന്ധിജിയുടെ നികുതി നിഷേധ പോരാട്ടത്തിന് മുമ്പ് തന്നെ മഹാനായ ഉമർ ഖാലി തങ്ങൾ നികുതി നിഷേധിച്ചു. നികുതി കൊടുക്കാൻ തയ്യാറായില്ല. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വൈദേശിക ശക്തികൾക്ക് നികുതി കൊടുക്കുകയോ അരുത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും കൊടുക്കാൻ അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടക്കാൻ അന്നത്തെ കലക്ടർ മെക്ലിൻ ഉത്തരവിട്ടു. മഹാനായ ഉമർ ഖാലിയെ ജയിലിലടക്കാൻ. ജയിലിലടച്ചു. പക്ഷേ ജയിലിലടച്ച് കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ ഉമർ ഖാലി തങ്ങൾ ഒന്ന് റളിയല്ലാഹു അൻഹു ചൊല്ലിക്കോളൂ. ഒരു ഫാത്തിഹ ഓതി ഉമർ ഖാലി തങ്ങളുടെ പേരിൽ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഓതിയ ഈ ഫാത്തിഹയുടെ മിസ്ല സവാബ് വെളിയങ്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ആശിഖുർ റസൂൽ ഉമർ ഖാലി തങ്ങളുടെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. മഹാനുഭാവൻ നികുതി കൊടുക്കാൻ വിസമ്മതിച്ചു. ഗാന്ധിജിയുടെ നികുതി നിഷേധ പ്രസ്ഥാനത്തിന് മുമ്പ് തന്നെ ഉമർ ഖാലി തങ്ങൾ ജനങ്ങളോട് നിങ്ങൾ ഈ ബ്രിട്ടീഷുകാർക്ക്, ഈ വൈദേശിക ശക്തികൾക്ക് നികുതി കൊടുക്കരുതെന്ന് നിർദ്ദേശിച്ചു. അദ്ദേഹം കൊടുക്കാൻ വിസമ്മതിച്ചു. അതിന്റെ പേരിൽ ജയിലിലടച്ച് കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഉമർ ഖാലി തങ്ങൾ പുറത്തൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമായി. രണ്ടാമതും അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലടച്ചു. അങ്ങനെ ഗേറ്റിന്റെ പരിസരത്ത് കാവൽക്കാരായി പോലീസുകാർ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും ആരാണ് റബ്ബേ? വലിയ കറാമത്തുള്ള മഹാനല്ലേ. അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ത്വായിഫിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ഹിന്ദ് എന്നാണ്.
നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ത്വായിഫിൽ ഒരു മസ്ജിദുണ്ട്, ഒരു പള്ളിയുണ്ട്. ഇപ്പോഴും പോയാൽ ആ പള്ളി നമുക്ക് കാണാം. കഴിഞ്ഞ റമളാന്റെ തുടക്കത്തിൽ ഞങ്ങൾ അവിടെ സിയാറത്ത് ചെയ്തിരുന്നു. എല്ലാ വർഷവും ഉംറക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ട ആ ഉംറക്ക് വന്ന ഹാജിമാരെയും കൂട്ടി ആ പള്ളി സന്ദർശിക്കാൻ ഞങ്ങൾ പോകാറുണ്ട്. പടച്ചോനെ, ആ പള്ളി ആരാ നിർമ്മിച്ചത്? ഉമർ ഖാലിയാണ്. അത് വല്ലാത്തൊരു ചരിത്രല്ലേ. മഹാനായ ഉമർ ഖാലി തങ്ങൾ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പല സംഗതികൾക്കും ദുആ ചെയ്യിപ്പിക്കാൻ പലരും ചെല്ലാറുണ്ട്. പല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറയും. അപ്പോൾ പലരും അദ്ദേഹത്തിന് ക്യാഷ് കൊടുക്കും. അദ്ദേഹം പലരോടും പള്ളിക്ക് വേണ്ടി സഹായിക്കണമെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ പള്ളിക്ക് വേണ്ടി സഹായം ചോദിക്കും. ആളുകളോടൊക്കെ പറയും, 2 പള്ളി എടുക്കുന്നുണ്ട്, അതിനുവേണ്ടി സഹായം ചെയ്യണം. അങ്ങനെ ആളുകൾ നിരീക്ഷിച്ചു നോക്കുമ്പോൾ ഒരു പള്ളി മാത്രമേ കാണാൻ ഉള്ളൂ. ഉമർ ഖാലിയാവട്ടെ ചോദിക്കുന്നത് 2 പള്ളിക്കുള്ള ക്യാഷാണ്. സ്വാഭാവികമായും ഇത് ആളുകൾക്കിടയിൽ ഇങ്ങനെ വർത്താനായി. ഇതിങ്ങനെ ആളുകൾക്കിടയിൽ സംസാരമായി. എന്താപ്പത്, ഖാലിയാര് ഒരു പള്ളിയല്ലേ ഇവിടെ എടുക്കുന്നുള്ളൂ, പക്ഷെ പറയുന്നവരോടൊക്കെ 2 പള്ളിക്ക് പൈസയാണ്, 2 പള്ളിക്ക് പൈസയാണ്, എവിടെ മറ്റേ പള്ളി, എവിടേക്കാ ഈ ക്യാഷ് പോണത്? ചർച്ചയായി. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, മഹാനായ ബൈത്താം മുസ്ലിയാർ. ഉമർ ഖാലി തങ്ങളുടെ സതീർത്ഥ്യനാണ്, വലിയ സൂഫിയാണ് ബഹുമാനപ്പെട്ട ബൈത്താം മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ഖബർ പയ്യനാടാണ് മഹാനായ ബൈത്താം മുസ്ലിയാരുടെ ഖബറുള്ളത്. അപ്പൊ ചില ആളുകൾ ഉമർ ഖാലി തങ്ങളുടെ അടുത്ത ആളാണ് ഈ ബൈത്താം മുസ്ലിയാർ എന്ന നിലയിൽ ബൈത്താം മുസ്ലിയാരോട് പറഞ്ഞു, നിങ്ങള് ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. ഈ 2 പള്ളിക്ക് എന്ന് പറഞ്ഞിട്ട് ഖാലിയാരിങ്ങനെ മനസ്സിലാവണില്ലേ? 2 പള്ളിക്ക് എന്ന് പറഞ്ഞ് ഖാലിയാര് ക്യാഷ് വാങ്ങുന്നുണ്ടല്ലോ, ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ അന്വേഷിക്കുക. പക്ഷെ എങ്ങനെ മൂപ്പരോട് ചോദിക്കുക? കാരണം മൂപ്പരിൽ നമുക്കൊരു സംശയം ഉണ്ട് എന്ന് വരൂലേ? ഏതായാലും ചോദിക്കാമെന്ന് പറഞ്ഞ ആ സമയത്താണ് ബൈത്താം മുസ്ലിയാർക്ക് ഹജ്ജിന് പോകാൻ അവസരം ഉണ്ടായി. അപ്പോൾ ബൈത്താം മുസ്ലിയാര് ഹജ്ജിന് പോവാണല്ലോ, മഹാനായ മമ്പറം തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഹജ്ജിന് പോകുന്നുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ പോകണമെന്ന് നിശ്ചയിക്കുകയും ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ചെന്ന് സലാം പറഞ്ഞ ഉടനെ മമ്പുറം തങ്ങൾ പറഞ്ഞു, ആ ഹജ്ജിന് പോകുന്നുണ്ടല്ലേ, ഹജ്ജിന് പോകുന്നുണ്ടല്ലേ, എന്നാൽ ആ ത്വായിഫ് വരെ ഒന്ന് പോയി വരണം. എന്ത് പറഞ്ഞു? ത്വായിഫ് വരെ ഒന്ന് പോയി വരണമെന്നേ പറഞ്ഞുള്ളൂ. മദീനയ്ക്ക് പോകണമെന്ന് പറഞ്ഞോ? മദീനയ്ക്ക് പോകണമെന്നല്ല, സാധാരണഗതിയിൽ ഹജ്ജിന് പോകുന്നവർക്ക് ത്വായിഫിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. വേറൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ആ ത്വായിഫ് വരെ ഒന്ന് പോയി വരണം എന്ന് പറഞ്ഞു. ഏതായാലും മമ്പുറം തങ്ങൾ പറഞ്ഞതല്ലേ, ഹജ്ജിന് ചെന്നു. ബഹുമാനപ്പെട്ട ബൈത്താം മുസ്ലിയാർ ത്വായിഫിലേക്ക് പോയി. അപ്പൊ അന്ന് ഭക്ഷണം കിട്ടാതെ വല്ലാതെ വിശന്ന് ഇടങ്ങാറായി. ഭക്ഷണം ചിലരോടൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, വലിയ ദാരിദ്ര്യം പിടിച്ച കാലാണ്, വലിയ പ്രയാസാണ്. ഇവിടെ അങ്ങനെ പോയാൽ അവിടെ ഒരു പള്ളിപ്പണി നടക്കുന്നുണ്ട്, അവിടെ ഏതൊരു മലബാരി നല്ല ഭക്ഷണമൊക്കെ പണിയെടുക്കുന്നവർക്കും അവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളന്ന് അങ്ങോട്ട് പോയി നോക്കണം എന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ മനോഹരമായൊരു പള്ളിയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്, അവിടെ വരുന്നവർക്കൊക്കെ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അന്വേഷിച്ചു, ആരാണ് ഈ പള്ളി എടുക്കുന്നത്? അപ്പൊ പറഞ്ഞു, അത് നിങ്ങളുടെ മലബാറുകാരനായ ഒരാളാണ്, അദ്ദേഹത്തിന്റെ പേര് ഉമർ എന്നാണ്. അദ്ദേഹമാണ് ഇതിനാവശ്യമായ എല്ലാ ചെലവും വഹിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അദ്ദേഹമാണ്. ഇവിടെ എത്ര ആൾ വന്നാലും ഭക്ഷണം കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ബൈത്താം മുസ്ലിയാര് ഈ സംശയം തീർത്തിരുന്നില്ല. ഏത് സംശയം? 2 പള്ളിക്ക് വേണ്ടി ഉമർ ഖാലി തങ്ങൾ പിരിക്കുന്നുണ്ടല്ലോ, ഒരു പള്ളി ഒക്കെ വെളിയങ്കോട് നിർമ്മിക്കുന്നുണ്ട്, 2ാമത്തെ പള്ളി ഏതാണ് എന്ന സംശയം ആളുകൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ആ സംശയം ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് ഹജ്ജിന് അവസരം കിട്ടുന്നത്. ഏതായാലും തായിഫിൽ ചെന്ന് നോക്കുമ്പോൾ സംശയമൊക്കെ തീർന്നു. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, പടച്ചോനെ, അവരൊക്കെ വലിയവർ തന്നെയാ. അവരുടെ കറാമത്തൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുകയും ഉൾക്കൊള്ളുകയും അവരിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചേരാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെയുള്ള ഔലിയാക്കൾ പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവരാണ്.
അമ്പുറം തങ്ങളാ കൂട്ടത്തിലാണ്. അതുപോലെ മറക്കാൻ പറ്റുമോ മഹാനായ മുഹമ്മദ് അലി ജൗഹർ, മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ധൈര്യമായിട്ട് ചൊല്ലിക്കോളൂ. എവിടെ മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ? ഇന്ത്യയിലാണോ? ഇന്ത്യയിലല്ല, ഫലസ്തീനിലാണ്. ഫലസ്തീനിൽ എവിടെ? ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ കോമ്പൗണ്ടിലാണ് മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത്. ഇപ്പോഴും ചെന്നാൽ റാഹത്തായി നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. അവിടെ ഗേറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മഹാനായ മുഹമ്മദ് അലി ജൗഹർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹിന്ദി, ഇന്ത്യക്കാരനായ മുഹമ്മദ് അലി ജൗഹർ എന്ന് പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ഖബറവിടെത്തി? എങ്ങനെയാണ് മുഹമ്മദ് അലി ജൗഹർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറവിടെത്തിയത്? അതൊക്കെ നമ്മൾ പഠിക്കേണ്ട പാടാണ്. 1931 ലണ്ടനിലേക്ക് വട്ടമേശ സമ്മേളനത്തിന് ആരെ നമ്മൾ പറഞ്ഞയക്കുമെന്ന ചർച്ചയുണ്ടായപ്പോൾ ഒന്നാമതായി ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയാണ് റളിയല്ലാഹു അൻഹു. രണ്ടാമതൊരു പേര് പറയാനില്ല. അതായത് 80 രാജ്യങ്ങൾ ഭരിക്കുന്ന ചക്രവർത്തി, അന്ന് ഇന്ത്യ ഉൾപ്പെടെ ഭരിക്കുന്നത് അവരാണ്, അവരുടെ നിയന്ത്രണത്തിലാണ്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് കോളനികളും ഒരുപാട് രാജ്യങ്ങളും ഭരിക്കുന്നു. 80ഓളം രാജ്യങ്ങൾ ഭരിക്കുന്ന ചക്രവർത്തിയുടെ അടുത്തേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരെ നമ്മൾ പറഞ്ഞയക്കുമെന്ന ചർച്ച വന്നപ്പോൾ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ അല്ലാതെ പിന്നെ ആരെ പറഞ്ഞയക്കാനാ എന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. ആരാ മുഹമ്മദ് അലി ജൗഹർ? അദ്ദേഹത്തിന്റെ 5ാമത്തെ വയസ്സിൽ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് അലി ജൗഹർ റളിയല്ലാഹു അൻഹുവിന്റെ 5ാമത്തെ വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. ഉമ്മയാവട്ടെ ശരിക്കും ഒരു സൂഫിയത്തായിരുന്നു, വലിയ ആബിദത്തായിരുന്നു. ആ ഉമ്മ തന്റെ മക്കളെ നന്നായി പഠിപ്പിച്ചു. മതം മാത്രമല്ല, ഭൗതിക വിദ്യാഭ്യാസവും നന്നായി നൽകി. ലണ്ടനിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മഹാനായ മുഹമ്മദ് അലി ജൗഹർ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ പറഞ്ഞേക്കാൻ ആ സമയത്ത് ആ ഉമ്മ കൊടുക്കുന്ന 2 ഉപദേശങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയോ? മകനെ, നീ പോയി ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കണം. എന്തിനെന്നറിയോ? നിന്നിലൂടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണം. നമ്മളിവിടെ അടിമകളെ പോലെ കഴിയുകയാണ്, വൈദേശികാധിപത്യത്തിൽ കഴിയുകയാണ്. എന്റെ പൊന്നുമോനെ, വിദ്യാഭ്യാസ വിപ്ലവം കൂടെ ഉണ്ടാകുമ്പോഴേ നമുക്കവരെ മറികടക്കാൻ കഴിയൂ. അതുകൊണ്ട് ആ നിലയിൽ നീ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കണം. രണ്ടാമതാ ഉമ്മ മകന് നൽകിയ ഉപദേശമേതാ? പൊന്നുമോനെ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, ലണ്ടനിലൊക്കെ നല്ല തണുപ്പാണെന്നാണ് കേൾക്കുന്നത്. ഏയ് അവിടെയൊക്കെ ശക്തമായ തണുപ്പാണെന്നാണ് കേൾക്കുന്നത്. എന്റെ പൊന്നുമോനെ, സുബ്ഹ് ഖളാ ആക്കരുതെന്ന് മാത്രമല്ല ഈ ഉമ്മക്ക് നൽകാനുള്ള നിർദ്ദേശം, നീ തഹജ്ജുദ് ഒഴിവാക്കാൻ. നിങ്ങൾ കേൾക്കണുണ്ടാ മോനെ? സുബ്ഹ് ഖളാ ആക്കരുത് എന്നുള്ള വർത്താനല്ല പറയാനുള്ളത്. എന്റെ കുട്ടി, തഹജ്ജുദ് ഒഴിവാക്കരുത്. അന്ന് മൗലാന മുഹമ്മദ് അലി ജൗഹർ തങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൊടും തണുപ്പിലും അദ്ദേഹം സുബ്ഹിയുടെ മുമ്പേ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഈമാന്റെ നിറകുടമായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കരസ്ഥമാക്കി വന്നു. മേത്തരം ജോലികൾ ഓഫർ ചെയ്യപ്പെട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, ജോലിയിലായി കഴിഞ്ഞുകൂടലല്ല നമ്മുടെ പണി. അതിനല്ലല്ലോ നിന്നെ ഞാൻ ലണ്ടനിലേക്ക് അയച്ചത്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടണം, അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം, ആവശ്യമായവരെയൊക്കെയും നീ സംഘടിപ്പിക്കണം. അങ്ങനെ മുൻനിരയിലുണ്ടായിരുന്നു മഹാനായ മുഹമ്മദ് അലി ജൗഹർ റളിയല്ലാഹു അൻഹു. ഏതായാലും തീരുമാനമായി ലണ്ടനിലേക്ക് വട്ടമേശ സമ്മേളനത്തിന് പോകാൻ. 80 രാജ്യങ്ങൾ പങ്കെടുത്തു. അതിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കാനാണ് മുഹമ്മദ് അലി ജൗഹർ പോകുന്നത്. പോകാൻ സമയത്ത് ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ തൻ്റെ കൂട്ടുകാരൻ ഖമറുദ്ദീൻ എന്നവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്തടിസ്ഥാനത്തിലാണ് സംസാരിക്കുക?
എന്താണ് നിങ്ങളുടെ മാനിഫെസ്റ്റോ? നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? ആ സമയത്ത് തന്റെ ഷർവാണിയിൽ നിന്ന് ഒരു ചെറിയ മുസ്ഹഫ് എടുത്ത് ഉയർത്തി കാണിച്ച് മഹാനായ മുഹമ്മദ് അലി ജൗഹർ തങ്ങൾ പറഞ്ഞത്, എനിക്ക് പറയാനുള്ളത് ഈ ഖുർആനാണ്, ഖുർആന്റെ സന്ദേശങ്ങളാണ്, ഖുർആൻ നമുക്ക് അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. എനിക്കിത് മതി, ഇതെനിക്ക് ശക്തി പകരുമെന്ന് മഹാനായ മുഹമ്മദ് അലി ജൗഹർ റഹ്മത്തുള്ളാഹി ചെന്നു. സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ പ്രതിനിധിക്ക് അനുവദിച്ച സമയം 5 മിനിറ്റ് ആയിരുന്നു. എത്ര മിനിറ്റ്? 5 മിനിറ്റ്. അപ്പോൾ മുഹമ്മദ് അലി ജൗഹർ തങ്ങൾ പറഞ്ഞു, 5 മിനിറ്റ് പോരാ, ഞാൻ വരുന്നത് 32 കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് നിന്നാണ്. അന്ന് 32 കോടി ജനങ്ങൾ. അപ്പോൾ 1 കോടി ജനത്തിന് 1 മിനിറ്റ് വെച്ചെങ്കിലും എനിക്ക് അനുവദിക്കണം. അപ്പോൾ എത്ര മിനിറ്റ്? 32 മിനിറ്റെങ്കിലും അനുവദിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ വാക്സ്ഫുടതയിൽ അംഗീകാരം നൽകപ്പെട്ടു. 32 മിനിറ്റ് സംസാരിക്കാൻ പെർമിഷൻ കിട്ടി. അങ്ങനെ ആ പ്രഭാഷണത്തിന്റെ 17-ാം മിനിറ്റിൽ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പരാമർശിച്ചപ്പോൾ ചക്രവർത്തി രോഷാകുലനായി, നിന്റെ മുഹമ്മദിന്റെ പേര് പറയാനുള്ള സ്ഥലമല്ല ഇവിടെ, ആ പേരിനി ഉച്ചരിക്കരുത്, യാ സുബ്ഹാൻ. ഇതങ്ങ് കേൾക്കേണ്ട താമസം മഹാനായ മുഹമ്മദ് അലി ജൗഹർ രോഷാകുലനാവുകയാണ്. എന്നിട്ട് ഗർജിക്കുകയാണ്, എന്റെ നബിയുടെ പേര് ഞാൻ പറയുന്നതിൽ ആർക്കാണ് നഷ്ടം? 3 തവണ ആവർത്തിച്ച് പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ പേര് ഗർജിച്ച് 3 തവണ ഒരു ഗർജനമായി പറയുകയാണ്. അല്ലാത്തൊരന്തരീക്ഷം. എന്നിട്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യോ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ഇന്നും നമ്മൾ ഗൂഗിൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണത്തിന്റെ ആ ഒരു കൊട്ടേഷൻ തന്നെ കൃത്യമായി ഗൂഗിളിൽ പ്രഭാഷണത്തിൽ കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വരുന്നത് അടിമരാജ്യമായ ഇന്ത്യയിൽ നിന്നാണ്, അടിമരാജ്യമായ ഇന്ത്യയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങൾ ഇന്ത്യക്കാർ അടിമകളായി താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം. ഇന്ത്യ രാജ്യത്തിന് നിങ്ങൾ സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല. സ്വതന്ത്ര രാജ്യമായ ഈ നാട്ടിൽ 1 ആറടി മണ്ണാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു മൈ കൺട്രി if I can go back with the substance of freedom in my hand. I would even prepare to die in a foreign country so long it is a free country. And if you do not give us freedom in India, you will too have give me a grave here. നിങ്ങൾക്ക് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരാൻ മനസ്സില്ലെങ്കിൽ എനിക്ക് ഈ സ്വതന്ത്ര രാജ്യമായ ഇവിടെ 6 അടി മണ്ണ് അനുവദിക്കൂ എന്ന് മഹാനായ മുഹമ്മദ് അലി ജൗഹർ റഹ്മത്തുള്ളാഹി അലൈഹി ഗർജിക്കുകയായിരുന്നു. അങ്ങനെ ആ യാത്രയിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് രോഗം പിടിപെട്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം നഷ്ടപ്പെടും, ഇടയ്ക്ക് ബോധം തിരിച്ചു വരും. ആ ബോധം തിരിച്ചു വരുമ്പോഴൊക്കെ ഒരു മിന്നലാട്ടം പോലെ അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ എൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു, മുത്തുനബി എൻ്റെ അടുത്ത് വന്നു. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത്, ഇന്ത്യയിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. അവരവിടെ വലിയ പ്രതീക്ഷയോടുകൂടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വാതന്ത്ര്യം അനുവദിച്ചില്ലെന്ന് പറഞ്ഞ് ആ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോയാൽ വലിയ നിരാശയായിരിക്കും ഫലം. ഇത് 1931 അങ്ങനെ യാത്രക്കിടയിൽ ഛർദിയും ശക്തമായ ശ്വാസം മുട്ടും അനുബന്ധ രോഗങ്ങളും ഉണ്ടായി വഫാത്തായി. അങ്ങനെയാണ് ഫലസ്തീനിൽ മറവ് ചെയ്യപ്പെട്ട് ബൈത്തുൽ മുഖദ്ദസിൽ. അല്ലാഹു അവിടെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ ഒരുപാട് ഇതുപോലെയുള്ള മഹത്തുക്കളുടെ ഖബറുകൾ കാണാം. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ഒരുപാട് ഖബറുകളുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല.
മുത്തുനബിയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറയുന്നുണ്ട് ബാറക്കനാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്തും നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അതിന്റെ തഫ്സീറിൽ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, എന്താണ് ആ ബറക്കത്ത്? അത് മഖറുൽ അംബിയാ വൽ ഔലിയാ, മഹാന്മാരായ അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും ഒക്കെ ഖബറാൻ അന്നുണ്ട്. പിന്നീടും പല മഹാന്മാരുടെയും ഖബറുകൾ അവിടെ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക, ഇവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പണങ്ങൾ നടത്തിയവരാണ്. എന്നിട്ടാണിപ്പോൾ ചരിത്രവക്രീകരണത്തിലൂടെ മുസ്ലിമീങ്ങളുടെ ദേശക്കൂറ് ചോദ്യം ചെയ്യാൻ പലരും ശ്രമിക്കുന്നത്. കേവലം ഒരു മുഹമ്മദ് അലി ജൗഹർ മാത്രമല്ല, ചരിത്രത്തിൽ പലരുമുണ്ട്. മഹാനായ ടിപ്പു സുൽത്താനെ പോലെ, മഹാന്മാരായ കുഞ്ഞാലി മരക്കാർ പോലെ, ബഹുമാനപ്പെട്ട അഹമ്മദുള്ള മൗലവി, അബ്ദുൽ കലാം ആസാദ്, മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി, ആലി മുസ്ലിയാർ തുടങ്ങി ഒട്ടനേകം മഹത്തുക്കൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമർപ്പണങ്ങൾ നടത്തിയവരാണ്. ഇവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുകയും അവരെയൊക്കെ നമ്മൾ അറിയുകയും അവരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യണം. ഇന്ന് സത്യത്തിൽ ഈ രാജ്യത്ത് വലിയ ആശങ്കകളാണ്. സ്വതന്ത്രാനന്തരം രാജ്യത്ത് നടന്ന പല സംഭവവികാസങ്ങളും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ പൗരത്വം കൊടുക്കണോ വേണ്ടേ എന്നുള്ള ആലോചനയിലാണ് ഭരണകൂടം. നമ്മുടെ പ്രപിതാക്കൾ കഷ്ടപ്പെട്ട് ചോര ചിന്തി നേടിത്തന്ന സ്വാതന്ത്ര്യം ഒരു നിലയ്ക്ക് ഹനിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനി ഏക സിവിൽ കോഡ് വന്നാലും നടക്കുന്നത് അത് തന്നെയാണ്. നമ്മളെ മതം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്ത് സ്വാതന്ത്ര്യമാണ്? ഇങ്ങനെ ഒരുതരം ഏകാധിപത്യത്തിലേക്ക് നാട് പോകുന്നോ എന്ന ആശങ്ക. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊന്നും ആശങ്കയല്ല ഉണ്ടാവേണ്ടത്. അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ട് ആസൂത്രിതമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകണം. ആസൂത്രിതമായ കാര്യമെന്നാൽ ഒന്നാമതായി വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് മർമ്മപ്രധാനം. ഔദ്യോഗിക തലങ്ങളിലൊക്കെ നമ്മൾ എത്തണം, നമ്മുടെ മക്കൾ എത്തണം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സമരം. അതിന് പറ്റിയ തലത്തിലേക്ക് വിദ്യാഭ്യാസ സംവിധാനത്തെ കൊണ്ടുപോയി വലിയ നിലയിലേക്ക് നമ്മുടെ മക്കൾ എത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയാലേ ഒരളവോളം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക, ഈ നിലയിൽ അനുകൂലമായ നീക്കങ്ങൾ നടത്തുക. ആശങ്കയോടുകൂടെ പേടിച്ചിരിക്കേണ്ടവരല്ല വിശ്വാസികൾ. ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് ആശങ്ക, എന്ത് ബേജാറ്? അവൻ തവക്കുലാണ്, ഇലാഹായ റബ്ബിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കലാണ് അവന്റെ ഏറ്റവും വലിയ ശക്തി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഗുഹാമുഖത്ത് ശത്രുക്കൾ എത്തിയിട്ട് വാളും ചുഴറ്റി നിൽക്കുന്നത് കണ്ടപ്പോൾ പതറിയിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയല്ലേ നമ്മുടെ റോൾ മോഡൽ. എവിടെയും അല്ലാഹ് എന്ന ചിന്തയും റബ്ബിലേക്കുള്ള സമർപ്പണവും, ആ സമർപ്പണത്തോടൊപ്പം യുക്തി ചിന്തയോടുകൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ആശങ്കയും പേടിയും വിട്ടുമാറി നിൽക്കലും അതൊരു വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ തവക്കുൽ സമ്പൂർണമാണെങ്കിൽ നമ്മളെ കൂടെ ആരുണ്ടാവും? അല്ലാഹു ഉണ്ടാവും. അതിലൊരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബി തൻ്റെ ഭാര്യ ഹാജർ ബീവിയെയും പിഞ്ചു മകനെയും കൊണ്ടുപോയി മക്കയിലാക്കിയ സമയത്ത് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾ ഞങ്ങളിവിടെ ഒഴിവാക്കി പോയാൽ ഞങ്ങളെ കാര്യാകെ കഷ്ടത്തിലാവൂലേ? ഇലായിന തദ്ഹബ് വതത്റുക്നാ ഫീ ഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസും വലാ അനീസ്. അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ആരെ കണ്ടു പോകുന്നു? ഇവിടെ ഒരു പച്ചപ്പില്ല, ഒരു തുള്ളി വെള്ളമില്ല, സഹായിക്കാൻ ആരുമില്ല. 3 തവണ ഈ ചോദ്യം ചോദിച്ചു. ഇബ്രാഹിം നബിക്ക് മറുപടിയൊന്നും ഇല്ല. അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ല അല്ലാഹു അമറക ബിഹാദാ, അല്ല ഇബ്രാഹിം എന്നവരെ, ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൽപ്പിച്ചത്
അല്ലാഹു ആണോ? ഫഖാല അൻഅം. ഇബ്രാഹിം നബി കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, അതെ, ഇതൊക്കെയും അള്ളാന്റെ കൽപ്പന. അപ്പൊ ആ ഉമ്മ കൊടുക്കുന്ന മറുപടി ഉണ്ട് ആശ്വാസത്തോടുകൂടെ, ഇതല്ലായുളയ്യുന, എങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങളെ കാര്യം ആര് നോക്കും? അള്ളാഹു നോക്കും, ഞങ്ങളെ പാഴാക്കൂല. അള്ളാഹു ഞങ്ങളെ ഏറ്റെടുക്കും. ആ തവക്കുലിന് അള്ളാഹു നൽകിയ വലിയ സമ്മാനമാണ് സംസം. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അപ്പോൾ ആശങ്കയും പേടിയും അസ്വസ്ഥതയുമല്ല വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. അല്ലെങ്കിലും പേടി ഒന്നിനും ഒരു പരിഹാരവും അല്ല. നമ്മുടെ നാട്ടിലാകെ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, കുഴപ്പമാണ്, കലാപാണ്, പ്രശ്നങ്ങളാണ്, സമാധാനമല്ല, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആശങ്കപ്പെടലാണോ പരിഹാരം? ആശങ്കപ്പെടലല്ല പരിഹാരം. അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ട് പ്രാർത്ഥനയുടെയും ഈമാന്റെയും തഖ്വയുടെയും കരുത്തിൽ മുന്നേറാനാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ വൈദേശിക ശക്തികളെ ഈ രാജ്യത്ത് നിന്ന് നമ്മൾ പായിപ്പിച്ചുവെങ്കിൽ, നാട് കടത്തിയെങ്കിൽ, അവരുടെ സംസ്കാരങ്ങളെയും നമ്മൾ നാട്ടിൽ നിന്ന് നാട് കടത്തണം. അവരുടെ സംസ്കാരത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവരെ മാത്രം നാട് കടത്തിയാൽ മതിയോ? അതുപോരാ. ഇന്നത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഒരു വേൾഡ് കപ്പ് വരികയാണെങ്കിൽ അന്ന് അവരുടെ കൊടി ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കാനായി നമ്മുടെ പ്രപിതാക്കൾ രക്തം ചിന്തി ജീവൻ കൊടുത്തെങ്കിൽ, ഇന്നിപ്പോ ജീവൻ കൊടുക്കുന്ന ഓരോ കൊടിവിടെ കെട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയുള്ള മത്സരാണ്. ആ കൊടിയൊക്കെ ഇവിടെ നിന്നിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി എത്ര ത്യാഗങ്ങളാണ് നമ്മൾ സഹിച്ചത്. ഈ രാജ്യത്തിന്റെ കൊടി ഇവിടെ ഒന്ന് ഉയർത്താൻ വേണ്ടി എത്രയാണ് ശ്രമങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ആ രാജ്യങ്ങളുടെ കൊടി കെട്ടാൻ മത്സരിക്കുന്നു നമ്മുടെ മക്കൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ സംസ്കാരങ്ങളുടെ പിന്നാലെ പോകുന്നു. യുഷിക്കുൽ ഉമ്മു അൻ തദഅ അലൈക്കും കമാ തദഅൽ അക്ലതു ഇലാ ഖസ്അതിഹാ ഖീല അമിൻ ഖില്ലത്തിൻ നഹ്നു യാ റസൂലല്ലാഹ് ഖാല ലാ ബൽ അൻതും യൗമൈദിൻ കസീർ വലാകിന്നകും ഉസാഉൻ കഉസാഇ സൈൽ فليقذفن الله من صدور عدوكم والمهابة منكم وليقذفن في قلوبكم الوهن قالوا وما الوهن يا رسول الله قال حب الدنيا وكراهية الموت قال رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾ ഇസ്ലാമിൻ്റെ സംസ്കാരം കൈവെടിയുകയും മറ്റുള്ള പാശ്ചാത്യരുടെ സംസ്കാരങ്ങൾ അതിൻ്റെ പിന്നാലെ പോയത് സ്വീകരിക്കുകയും ചെയ്യുന്ന കാലഘട്ടം വന്നാൽ സകല നാശങ്ങളും നിങ്ങളെ വേട്ടയാടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരർത്ഥത്തിൽ നമ്മൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാക്കട്ടെ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാനുള്ളത്, ഈ രാജ്യത്ത് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സമത്വത്തോടുകൂടെ എല്ലാ മനുഷ്യരും റാഹത്തായി മുന്നോട്ട് പോകണം. ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭൂരിപക്ഷത്തിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും ഇല്ലാതെ പോകണം. അള്ളാഹു അതിനുള്ള വഴികളൊക്കെ അനുകൂലമാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രതിസന്ധികളൊക്കെയും പരിഹരിച്ച് സലാമത്ത് നൽകുമാറാവട്ടെ. ദുന്യവിയും മുഹ്റവിയുമായ എല്ലാവിധ വിജയവും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നൽകി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.